ബിഷപ്പ് കിച്ചുവിനെ എതിരെ പറയാൻ നമ്മുടെ മുന്നിൽ ഇട്ട് തരാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പല കാര്യങ്ങളും അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ രേണു അത് വിളിച്ച് പറയിപ്പിക്കുക എടുത്തിട്ട് കിച്ചു എന്നെ കൊണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്താണെന്നറിയോ? കിച്ചു അണ്ടർവേൾഡ് കിങ്ങാണ്. കിച്ചു അണ്ടർവേൾഡായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ദാവിദ് ഗ്രാമിന്റെ ഗ്യാങ്ങിലെ ഒരു കണ്ണി കൂടാണ്. ഇതൊക്കെയാണോ ഓലക്ക പൊന്നു ബിഷപ്പേ? അവരിവരും പറയുന്ന കേട്ടിട്ട് ഒരു പാവം കിടാവിനെ ഒരു പുരോഹിതൻ എന്ന നിലയിൽ അങ്ങയുടെ നാവിന്ന് വരാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അങ്ങ് വിളിച്ച് പറഞ്ഞിരുന്നു. പിന്നെ ബിഷപ്പിന് അത് എന്ത് പറ്റി? എവിടെന്നെങ്കിലും എന്തെങ്കിലും ഭീഷണി ഉണ്ടോ? അണ്ടർവേൾഡിൽ നിന്ന് എവിടെന്നെങ്കിലും കിച്ചു നീ നിന്റെ കാര്യം നോക്കി നിൽക്ക്, രേണുവിന്റെ കാര്യം നോക്കിയല്ലോ നിൽക്കണേ, അപ്പൊ അവന്റെ കാര്യം നോക്കി ഒതുങ്ങി പോയിട്ടല്ലേ ജീവിക്കണേ. സ്വന്തമായിട്ട് എന്തെങ്കിലും ആലോചിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് ചെയ്യും. കിച്ചുവിന്റെ വായിൽ പോയിട്ട് അളക്കുമ്പോ ഗതി കേട്ടിട്ട് അവൻ എന്തെങ്കിലും തിരിച്ചൊന്ന് റിയാക്ട് ചെയ്യണത്. കിച്ചുവിനെ ആക്രമിക്കാൻ ഒരുപാട് പേര് രംഗത്തിറങ്ങിയിട്ടുണ്ട്. കിച്ചുവിനെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള പ്ലാനാണ്. കിച്ചു മൗനമായിട്ട് പോവുകയാണ്. പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല. കുറേ പേരെ കൊണ്ട് രേണുവിൻ്റെ വീട്ടുകാരും കൂടി ചേർന്ന് ഒരുപാട് പേരെ കൊണ്ടങ്ങ് നെഗറ്റീവിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. കിച്ചു എന്ത് ചെയ്താലും അതിപ്പം മോശമായിട്ടുള്ള രീതിക്കാണ് പറയണത്. കിച്ചു പക്ഷേ ഒന്നിനും വരുന്നില്ല. അവൻ്റെ പ്രയാസങ്ങൾ അവന് മാത്രം അറിയാം. കിച്ചുവിനെ ചേർത്ത് നിർത്താനായിട്ട് ഇപ്പോൾ ഒരു കുടുംബം ഇപ്പോഴെന്നല്ല കുറച്ച് നാളായി ഒരു കുടുംബമുണ്ട്. പക്ഷേ അവർ വെളിയിൽ പറഞ്ഞിട്ടില്ല നമ്മൾ കിച്ചുവിനെ ചേർത്ത് നിർത്തിയിട്ടുണ്ടെന്നോ. അവനുണ്ടാകുന്ന വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ അവരെടുത്ത് പറയുമായിരുന്നു. അതുപോലെ അവർ കേട്ടിട്ട് സമാധാനിപ്പിക്കുമായിരുന്നു. ഒരു അച്ഛനും അമ്മയും കൊടുക്കാത്ത സ്നേഹം, അതായത് അച്ഛനില്ല, അച്ഛൻ മരണപ്പെട്ടു പോയി, അമ്മ 2 വയസ്സിൽ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ ആ മകന് അമ്മയുടെ സ്നേഹം എന്തെന്നോ അറിഞ്ഞിട്ടില്ല. അതുപോലെ അച്ഛൻ്റെ സ്നേഹം കുറച്ച് വർഷം കിട്ടിയതിന് ശേഷം അച്ഛൻ്റെ സ്നേഹം പോലും തട്ടിയെടുക്കാൻ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീയെ കിച്ചു തന്നെയാണ് അച്ഛനിലേക്ക് കൊടുത്തത്. അച്ഛനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് കിച്ചു തന്നെയാണ്. പിന്നെ അനുഭവിക്കുന്നതും കിച്ചു തന്നെയാണ്. എന്നിട്ട് ആ സ്ത്രീ ഇപ്പം പുറകിൽ നിന്നുകൊണ്ട് ജനങ്ങളെ അങ്ങ് അടിച്ചിറക്കിയിരിക്കുകയാണ്. അവരെ കുടുംബവും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളെ അങ്ങ് ഇറക്കിയിരിക്കുകയാണ്. പട്ടാളക്കാരെ ഇറക്കും പോലെ എന്ത് തോന്നിയാസവും അങ്ങ് വിളിച്ച് പറയാം എന്നുള്ള രീതിക്ക് ഇറങ്ങിയിട്ടുണ്ട്. കിച്ചുവിന് പോസിറ്റീവായിരുന്നു ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ആ പോസിറ്റീവിനെ ആ വൈയായിക വെച്ചുകൊണ്ട് വീണ്ടും അതിനെ നെഗറ്റീവാക്കി കൊടുത്തു. ആ വീട്ടുകാരും അവരുടെ പിൻഗാമികളും എല്ലാവരും കൂടി ചേർന്ന് ഇപ്പം വീണ്ടും കിച്ചുവിനെ ജനങ്ങൾ നെഞ്ചിലേറ്റി തുടങ്ങി. കിച്ചുവിനെ ഒരുപാട് ഇഷ്ടമാണ് ജനങ്ങൾക്ക്. അത് അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണ്. അത് കുഞ്ഞുനാളിൽ എന്തൊക്കെയോ അതെല്ലാവർക്കും പറ്റുന്ന അബദ്ധം തന്നെയാണ്. തെറ്റുകൾ പറ്റാത്തവരാരുമില്ല. വീണ്ടും വന്നിരുന്നും കൊണ്ട് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പറയണ ഒരു ബിഷപ്പും അതുപോലെ രേണുവിൻ്റെ കൂട്ടാളികളും നിങ്ങൾക്ക് ഇനിയങ്ങ് നിർത്തിക്കൂടെ? അവൻ ജീവിക്കട്ടെ. അവൻ ഒന്നും കട്ടുമോഷ്ടിച്ചു അല്ലല്ലോ അവൻ ജീവിക്കണത്. അവൻ സ്വന്തമായിട്ടല്ലേ അധ്വാനിച്ച് ജീവിക്കണം. അവൻ ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തും. അങ്ങനെ ഒരു കുടുംബം കിച്ചുവിനെ ചേർത്ത് നിർത്തി. ആ ഒരു സന്തോഷം കാണണം. അതാണ് വേണ്ടത്. പിന്നെ ഞങ്ങളുടെ പോസ്റ്റ് ഇട്ടത് ഞങ്ങളുടെ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് ഞങ്ങളുടെ ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ട്. ആ സമയത്തൊക്കെ കുറേശ്ശെ ഞങ്ങൾ ഇട്ടിരുന്നത്. അപ്പൂസ് ഇപ്പൊ വന്നു പോയുള്ളൂ. അപ്പോ അപ്പുവിന്റെ കൂടെ കിച്ചുവിന്റെ കൂടെയുള്ള ഫോട്ടോ ഇട്ടു. അത് ഈ രേണുവിന് വയ്യാണ്ടാവണതിന് മുന്നും ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അതും ഇതൊന്നും ഞങ്ങൾക്ക് അതിലെങ്ങനെ റീച്ച് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് എനിക്ക് ഒട്ടും മനസ്സിലായില്ല എന്താ സംഭവം. പിന്നെ കോട്ട എഴുതിയത് എന്താണ് സൊസൈറ്റീനെ നമ്മൾ കോട്ട് ഞങ്ങളുടെ പോസ്റ്റുകളുടെ അടിയിലും അല്ലെങ്കിൽ റീലുകളുടെ അടിയിലും അല്ലെങ്കിൽ സ്ക്രീനിലും ഒക്കെ കോട്ടുകൾ ഞങ്ങൾ എഴുതാറുണ്ട്. ഞങ്ങൾ കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് കോട്ടുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വലിയ ആളുകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കോട്ടുകളൊക്കെ ചൂസ് ചെയ്ത് ഓൾറെഡി ഇങ്ങനെ കുറച്ചിങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത്. അല്ലാതെ അതൊരു പർട്ടിക്കുലർ ഉദ്ദേശമോ കാര്യങ്ങളോ ഒന്നും അല്ല. അതിൽ ഞങ്ങളുടെ അപ്പൂസ് ഉണ്ട്. അപ്പൊ അപ്പൂസ് പറയണ പോലെ അല്ലെങ്കിൽ ഞാൻ ഇടുമ്പോ ഞാൻ പറയണ പോലെ, വിച്ചു ഇടുമ്പോ വിച്ചു പറയണ പോലെ, അല്ലെങ്കിൽ അപ്പൂസ് ആദീസ് ആണെങ്കിൽ അവര് പറയണ പോലെ, അങ്ങനെയാണ് ആ കോട്ടിന് അർത്ഥം വരിക. അങ്ങനെയാണല്ലോ പല ആളുകളും സ്റ്റാറ്റസ് ഇടുമ്പോൾ അവരുടെ ആ സമയത്തുള്ളൊരു മെന്റലി മൈൻഡ് എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ച് സ്റ്റാറ്റസ് പോവുക. അല്ലാതെ എവരാണ് കിച്ചുവിനൊപ്പം നിൽക്കുന്നത്? കിച്ചുവിൻ്റെ വിഷമങ്ങളെല്ലാം കേൾക്കുകയും
അതുപോലെ അവനെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കിച്ചു അവരെ വിളിക്കാറുണ്ട് എന്നൊക്കെ അവരെ വീഡിയോയിലൂടെ പറയാറുണ്ട്. അപ്പം ഇതൊന്നും കുറച്ച് പേർക്ക് പിടിക്കുന്നില്ല. കിച്ചു നല്ല നിലയിലാവും എന്നുള്ളൊരു പേടി മറ്റുള്ളവർക്കുണ്ട്. രേണുവിനും, അതായത് രേണുവിൻ്റെ കുടുംബത്തിനും, പിന്നെ രേണുവിൻ്റെ കൂടെ കളിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്കെല്ലാവർക്കും പേടിയാണ്. ഇനി കിച്ചു ഉയരങ്ങളിലേക്കാ പോകുന്നെങ്കിലോ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് എവർക്ക് ഈ ചേർത്ത് നിർത്തുന്ന എവർക്ക് പോലും നെഗറ്റീവായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അവരിലുള്ളവർ വന്ന് ഇവരിൽ കമൻ്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട്. ലൈവുകൾ ചെയ്യുമ്പോഴായിരുന്നാലും അതിൽ കമൻറ്റുകളൊക്കെ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അത് കുറച്ച് കൃമികൾ അങ്ങനെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അവർ അമ്മയും മകനുമാണ്. അവർ തങ്ങളിൽ അങ്ങ് തീർത്തോളൂ. അതിന് കുറേ എണ്ണം കിടന്നും കൊണ്ട് അത് വെച്ചിട്ടങ്ങ് മുതലെടുക്കുകയാണ്. നിങ്ങൾ ഓക്കെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോ, സൊസൈറ്റിനെ നോക്കണ്ട എന്ന് കരുതി നിങ്ങൾ കിച്ചുവിനെ പറഞ്ഞ് മനസ്സിലാകാതിരിക്കരുത്. പിന്നെന്താ, കിച്ചു നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നു കുറെ ആൾക്കാർ പറഞ്ഞ മെസ്സേജ് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കാനായിട്ട് ഇപ്പൊ നമ്മളിപ്പോ അവന്റെ അടുത്തോ അല്ലെങ്കിൽ അവനോട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയാനോ പറഞ്ഞ് മനസ്സിലാക്കാനോ ഇതുവരെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അവന് ഞങ്ങളുടെ പപ്പൂസിന്റെ പോലെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കോമൺ കാര്യങ്ങളാണ് അവനോട് പറഞ്ഞത്. അല്ലാതെ ഫാമിലിയില് ഞങ്ങൾ അന്നും ഇന്നും പറയണ കാര്യം അവന്റെ അങ്ങനെ ചെയ്യണവരാണ് റീച്ചിന് ചെയ്യണവര്. മനസ്സിലായോ? അവരാണ് റീച്ചിന്. ഇവര് കിച്ചുവായിട്ട് സഹകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേര് ഇറങ്ങിയിട്ടുള്ളത്. അതിനാണ് കിച്ചുവിൻ്റെ ഫെയിം കണ്ടിട്ടാണ്, അതാണ് കിച്ചുവിനെ വെച്ചിട്ട് മുതലെടുക്കുകയാണ് ഇവർ എന്നുള്ള രീതിക്കാണ് പറയണത്. ഇവരെ ഷോപ്പ് ഇനാഗ്രേഷന് കിച്ചു ആയിരുന്നു. ഇതൊക്കെ ജനങ്ങൾക്ക് പിടിക്കുന്നില്ല. ഇവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവർ നല്ല ഒരിതാക്കി എടുക്കും, ഇവനെ ഉയരങ്ങളിൽ എത്തിക്കും എന്നുള്ളത് ആളെയൊക്കെ അറിയാം. അതുകൊണ്ട് തകർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേരാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത്. അവരെന്തായാലും അവരെ സ്വന്തം മകനെ പോലെ, അതാണ് മോനെയാണ് അപ്പൂസ് എന്ന് പറയുന്നത്. 2 കുട്ടികളുണ്ട്. അപ്പോൾ ആ സ്വന്തം മകനെ പോലെ, ആ മകനെ കാണുന്നത് പോലെയാണ് കിച്ചുവിനെ കാണുന്നത്. അതിന് ഒരു അമ്മയ്ക്ക് മാത്രമേ അറിയൂ ആ വേദന. അല്ലാതെ രേണുവിനെ പോലെ ഉള്ളവർക്ക് അറിഞ്ഞൂടാ. രേണു ഈ പണം കണ്ട് മതിമറന്ന് നടക്കും കണക്ക് അല്ല ഇവർക്കൊക്കെ ഇഷ്ടം പോലെ ഉള്ളവരായിരിക്കും, ഷോപ്പുകളൊക്കെ കണ്ടമാനം ഉള്ളവരായിരിക്കും. എന്നാലും ആ ഒരു പണത്തിൻ്റെ ഒരു അഹങ്കാരം ഇല്ല. മറ്റതങ്ങനെയല്ല. പണം കണ്ടപ്പോൾ അങ്ങ് അഹങ്കരിച്ച് വേറൊരു ലെവലിലേക്ക് പോയി. അതാണ് ആ മകനെ തള്ളിപ്പറഞ്ഞത്, മകനെ അടിച്ചോട്ടിച്ചതും എല്ലാം ഇങ്ങനെ ഈ പണത്തിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. പണം തലയ്ക്ക് മറിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചത്. കുറച്ച് പേര് രേണുവിനെ കൊണ്ട് ചെയ്യിക്കാനുണ്ടായിരുന്നു. നീ അങ്ങനെ പറ, ഇങ്ങനെ പറ, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്. വിശേഷിച്ച് ഈ ശാരികയെ പോലെയുള്ള വിഷങ്ങളുണ്ടല്ലോ, ഇവളുമാരൊന്നും ശരിയല്ല. കുറേ എണ്ണം ഉണ്ട്. കിച്ചുവിനെ ആര് സ്നേഹിക്കോ, കിച്ചുവിനെ ആര് നല്ലതാക്കി പറയോ, അവളുമാരങ്ങ് പൊരിക്കുകയാണ് ചെയ്യണത്. അപ്പം ഇന്നലെ വേറൊരു വീഡിയോ കാണാനിടയായി. ഇവർ എവിടെയോ യാത്രയിലാണ് ഇവരെ കുടുംബം. അപ്പോൾ കിച്ചുവും കിച്ചുവിൻ്റെ ഫ്രണ്ട്സും അതിൽ വരുന്നുണ്ട്. ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ അവനെതിരെ വിമർശനങ്ങളും ഓരോന്നും പറിച്ചുവിടലും മറ്റേ എന്തൊക്കെ ആരെന്ത് പറഞ്ഞാലും മലയാളികളായ അമ്മമാർക്ക് അവനെ ചേർത്ത് നിർത്താൻ പറ്റുള്ളൂ. അവരുടെയൊക്കെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്. കഷ്ടം. ആ മോൻ്റെ ഉള്ളിനകത്ത് എന്ത് വിഷമമാണെന്നറിയാം. അതങ്ങ് കടിച്ചമർത്തി, അത് പുറമേ കരയണില്ലെന്നേ ഉള്ളൂ. കടിച്ചമർത്തി അത് അത്രയ്ക്കങ്ങ് അതിൻ്റെ ഉരുവേണ് ചെയ്യണത്. അവനെ ജീവന് തുല്യം സ്നേഹിച്ച അച്ഛനാണ്. ആ അച്ഛനിൽ നിന്നാണ് ഇവൾ പറിച്ചെറിഞ്ഞത്. അങ്ങനെ ആയപ്പോഴാണ് ഈ മകൻ ഒറ്റപ്പെട്ടത്. ട്രെയിനിൽ പോണ സമയത്ത് അപ്പൂസ് തൃശ്ശൂരിൽ നിന്ന് കയറുമ്പോൾ അവൻ വരാറാകുമ്പോൾ അവൻ എന്താ വരാത്ത, എന്താ ശേഷം എത്താത്ത, കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ കയറുമോ, വൈകോ, അങ്ങനത്തെ ഒരു ടെൻഷനും കാര്യങ്ങളും അതേ ഫീലില്ല ഞാനും ഇരിക്കണേ. ആദിസ് ഇറങ്ങി, ആദിസ് വിചാരിച്ച അപ്പൂസിൻ്റെ ആ ഒരു സ്വന്തം മകനെ കാത്തിരിക്കുന്നത് പോലെയുള്ള ഇരുത്ത.
സ്വന്തം മകനെ പോലെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ അമ്മയുടെ ഇങ്ങനെയുള്ള കാത്തിരിപ്പ്. ഇതിലേക്ക് കയറണോ? ഇതിലേ ഇരിക്കാൻ വരും, അതിലെയാവോ ഇതിലെയാവോ? അല്ല പ്ലാറ്റ്ഫോം നീ ഇത് പറഞ്ഞു കൊടുത്തില്ലേ? ഹായ് ഉറങ്ങിയൊന്നില്ലേ? ഹായ് ചങ്കുകളെത്തി. വരുന്നുണ്ട് നമ്മളെ ആനക്കുട്ടന്മാര്. ഞാൻ അന്ന് അപ്പൂസിനെ വെയിറ്റ് ചെയ്ത പോലെയാണ് ഇപ്പൊ ഇവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പ്ലാറ്റ്ഫോമിൽ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും നോക്കിക്കണ്ടാവോ? എനിക്ക് പേടിയിട്ട് ഉറങ്ങിയില്ല അതുകൊണ്ടല്ലേ. എന്താടാ ഞാൻ പറഞ്ഞല്ലേ ഉറങ്ങാൻ പറഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് നീ ഉറങ്ങിയില്ലേ? അതെ നമ്മുടെ ആന, അവന്റെ ആന അടിപൊളിയുണ്ട്, സൂപ്പറായിട്ടുണ്ട്. കിടിലെന്നാണ് പറഞ്ഞ കിടിലുണ്ട്. ഞാൻ കണ്ടായിരുന്നു, അടിപൊളിയായിട്ട്. ഈ ആനയുണ്ട്, അതിന്റെ ഒരു ഇതായിട്ടുള്ള ഇത് ഭയങ്കര ഇഷ്ടമായി, എഴുത്തും ഇഷ്ടമായി. നമ്മൾ നമ്മളെ കിച്ചോട്ടം വന്നിട്ടുണ്ട്. മഴയുണ്ടല്ലേ? നിങ്ങൾക്ക് അപ്പൊ നമ്മള് എന്താണ് ഇരിക്കട്ടെ, അതിന്ന് ഇരുന്ന് വിശ്രമിക്കട്ടെ. നമ്മൾ പറഞ്ഞ പോലെ വലിയൊരു ആഗ്രഹത്തിന്റെ ഒരു കാര്യത്തിന് വേണ്ടി പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന സപ്പോർട്ട് ഉണ്ടാവണം അല്ലേ? ഓക്കെ. എന്തോ ബിസിനസ്സിൻ്റെ ഭാഗമോ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും നന്നാവട്ടെ ആ മകൻ. എന്തോ ഒരു സന്തോഷം. രേണുവിൻ്റെ കുടുംബവും ഇതൊക്കെ കാണാനുള്ളതാണ്. ആ മകന് വീട് പോലും ഇല്ല. അതിൻ്റെ അച്ചാമ്മേരെ കൂടെ, വയസ്സായ അച്ചാമ്മേരെ കൂടെയാണ് അത് നിൽക്കണത്. ആരും ഇല്ലാത്തൊരു അനാഥ കൊച്ചെന്ന് വേണം പറയാൻ. മറുവശത്ത് നിൽക്കണ ആർക്കും ഇതൊന്നും പിടിക്കണില്ല. അതാണ് കാര്യം. ഇതാ നോക്കിക്കൊള്ളണം ഇനിയുള്ള രംഗങ്ങൾ. പാവം കിടന്ന് ഉറങ്ങണ കണ്ടപ്പോൾ വിഷമം വരണം. മോൻ കിടന്ന് ഉറങ്ങിയപ്പം മോൻ്റെ തലയിൽ തലോടിയപ്പോൾ ഒരു അമ്മേരെ സ്നേഹം. രേണു, നീ സത്യം പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം പോലും അതിന് ആ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. എല്ലാവരും കൂടി അതിനെ ഇട്ട് കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. എൻ്റെ അച്ഛൻ ഉള്ള സമയത്ത് പോലും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചേർന്നും കൊണ്ട് അതിനെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ മോൻ കിടക്കണുണ്ട്, കിടന്ന് ഉറങ്ങണ രംഗം. കിച്ചുവിൻ്റെ വലിയൊരു ആഗ്രഹം നടത്തി കൊടുക്കാൻ പോവേണ് എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും ആ ആഗ്രഹം? അച്ഛൻ അത് അപ്പുറവും ചാടി കളിക്കണം. അച്ഛൻ്റെ കാര്യമൊന്നും വിശ്വസിക്കാനില്ല. അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. രേണുവിൻ്റെ വീട്ടുകാരൊന്ന് പറയുമെങ്കിൽ അതിൽ വിശ്വസിക്കും. വേറെ ആരെങ്കിലും വിളിച്ച് വേറെന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കും. എന്നിട്ട് കിച്ചുവിനെ കുറ്റം പറയും. ഇപ്പം വന്നിരുന്നു കൊണ്ട് കിച്ചുവിനെ നല്ലതാക്കി പറയണായിട്ട്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ചിലപ്പം ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ബിഗ് ബോസിൽ പോണ കാര്യമൊക്കെ പറയുന്നുണ്ട്. കിച്ചു
കിച്ചു പോണതായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ന്യൂസുകൾ വരുന്നുണ്ട്. വലിയ ഷോയാണ്. ആ ഷോയിൽ പോയി ഉയരങ്ങളിലെത്തട്ടെ. അവൻ്റെ ഈ കിച്ചുവിൻ്റെ ഈ ഓരോ രംഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം വരും. അവൻ്റെ ഉള്ളിനകത്ത് നല്ല വേദനയുണ്ട്. അവന് അമ്മയും അച്ഛനും ഇല്ലാത്തതിൻ്റെ വേദന അതിനെക്കാട്ടി കഷ്ടം. പിന്നെ അവന് തുറന്ന് ആരെടുത്തും ഒന്നും പറയാനായിട്ട് ആരും ഇല്ല എന്നുള്ളൊരിത്. ഇപ്പുറത്തെ മറുവശത്ത് രേണു ഇരുന്നും കൊണ്ട് ബാക്കിയുള്ളവരെ വെച്ചിട്ട് കിച്ചുവിന് അതും ഇതും പറയുന്ന അതങ്ങനെ. പിന്നെ ബിഷപ്പ് ഒരറ്റത്ത് രേണുവിൻ്റെ വാക്കും കേട്ട് ബിഷപ്പ് അങ്ങനെ പറയുന്നുണ്ട് കിച്ചുവിൻ്റെ കാര്യം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രേണു സുഖമില്ലാതെ കിടന്ന സമയത്ത് അറിഞ്ഞുകൊണ്ട് എന്നെ കിച്ചു വിളിച്ചായിരുന്നു. അതൊന്നും ഈ എന്താ രമ്യ വെളിയിൽ വിട്ടിട്ടില്ല. രമ്യ എടുത്ത് ഒരുപാട് വഴക്ക് പറഞ്ഞു കിച്ചുവിനെ. ദേഷ്യപ്പെട്ടാണ് വെച്ചത്. പിന്നെ മിക്കവാറും അങ്ങോട്ട് വരണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് രേണുവിനെ കാണാൻ. അന്ന് ഹോസ്പിറ്റലിലായിരുന്നു രേണു. എന്നാലും കിച്ചു ആളിനെ അവരെ വീട്ടുകാരെ ആരെയൊക്കെ കൂട്ടിയിട്ട് സുധീലയത്തിൽ വന്ന് കിച്ചുവിൻ്റെ വീട്ടിൽ വന്നായിരുന്നു. കിച്ചുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ രേണു അവിടെ ഇല്ല, രേണു ആശുപത്രിയിൽ. എന്നിട്ട് പോലും അല്ലെങ്കിൽ എത്രയോ പേര് രേണുവിനെ കാണാനായിട്ട് വന്ന് രേണു ഫോൺ വിളിച്ച് എല്ലാവരുടെ പറഞ്ഞ് ലോകത്തുള്ള ജനങ്ങളെ മൊത്തവും വിളിച്ച് രേണു കാണാൻ വരണമെന്നും പറഞ്ഞുകൊണ്ട് റീൽസ് എടുക്കണതുണ്ട്. അങ്ങനെയെല്ലാം എന്തെല്ലാം ചെയ്തിട്ട് ഈ ഒരു മകൻ മാത്രം രേണുവിനെ കാണാൻ വരുമ്പോൾ രേണുവിനും രേണുവിൻ്റെ കുടുംബത്തിനും അത് ഇഷ്ടമല്ല. കിച്ചു വരുന്നത് പോലും ഇഷ്ടമില്ലാത്തതുപോലെയാണ് അവർ പെരുമാറി. അതുകൊണ്ടാണല്ലോ രമ്യ ദേഷ്യപ്പെട്ടൊക്കെ കിച്ചുവിൻ്റെ അടുത്ത് സംസാരിച്ചത്.